ആധാർ അനുവദിക്കുന്നതിന് NRC അപേക്ഷ കർശനമാക്കിയ അസം. ആധാർ കാർഡ് അനുവദിക്കുന്നതിന് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൊപ്പം ചേർന്നു. ജിഷ്ണു, ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ കർശന നടപടിയാണോ പിന്നിൽ? കൃഷ്ണാജി, അസമിൽ ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിട്ടുള്ളത്. അവിടെ ആധാർ കാർഡ് അനുവദിക്കുന്നതിനും പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്താൻ നേരത്തെ തന്നെ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം അതിന് അംഗീകാരം നൽകുകയും നടപടികൾ ആരംഭിക്കാൻ സർക്കാർ തലത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് NRC അപേക്ഷയ്ക്ക് 2015 NRC അപേക്ഷയ്ക്ക് ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന് അപേക്ഷ നൽകിയവർക്ക് NRC ലഭിക്കാത്തത് എന്ന് മാത്രമല്ല, NRCക്ക് അപേക്ഷിച്ചവർക്ക് മാത്രമേ ആധാർ കാർഡ് അനുവദിക്കൂ. ആധാർ കാർഡിന് അനുവദിക്കുമ്പോൾ NRC അപേക്ഷിച്ചതിൻ്റെ നമ്പർ അതിൻ്റെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ പുതുതായി അസം സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇതിന് കാരണമായി തന്നെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാർ അസാമിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ അനധികൃതമായി തിരിച്ചറിയൽ രേഖകൾ സമ്പാദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവരുന്നത്. ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ആധാർ കാർഡ് അനുവദിക്കുന്നതിന് അസാമിൽ ഇനി മുതൽ നടപ്പാക്കും എന്നുള്ളതാണ് ഹിമന്ത ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. തീർച്ചയായും കൃഷ്ണാജി ചൂണ്ടിക്കാട്ടിയതുപോലെ കർശനമായ നടപടി അവിടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ അസാമും ത്രിപുരയും ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ മേഖലകളിലേക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം കൂടുതലാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കുമ്പോഴും നിരീക്ഷണം കർശനമാക്കുമ്പോഴും അതല്ലാതെയും അനധികൃതമായി രാജ്യത്തിനകത്തേക്ക് എത്തുകയും പശ്ചിമ ബംഗാളും അസാമും ത്രിപുരയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തുകയും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സമ്പാദിക്കുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലെടുക്കുന്നതിനായി ബംഗ്ലാദേശി പൗരന്മാർ പോകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് അസം സംസ്ഥാന സർക്കാർ നിയമ നടപടികൾ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നത്. ആധാർ കാർഡ് അനുവദിക്കുന്നതിന് NRCയുടെ അപേക്ഷാ നമ്പർ കർശനമാക്കിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഹിമന്ത ബിശ്വ ശർമ്മ അസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. കൃഷ്ണരാജ്. ശരി ജിഷ്ണു, ആധാർ കാർഡ് അനുവദിക്കുന്നതിൽ NRC അപേക്ഷ കർശനമാക്കാൻ അസം സർക്കാരിൻ്റെ തീരുമാനം. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണിതെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ മുഖ്യമന്ത്രി അറിയിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.